കോഴ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നരസിംഹ ജയന്തി ആഘോഷങ്ങൾക്ക് വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചു. ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലുള്ള ആഘോഷ പരിപാടികളെക്കുറി ഏറെ വിപുലമായാണ് നടന്നുവരുന്നത്. നരസിംഹ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ദശാവതാരം ചന്ദനം ചേർത്ത് ഭാഗവത സപ്താഹയജ്ഞം, ലക്ഷ്മി നരസിംഹ പൂജ, കദളിക്കുല സമർപ്പണം, മഹാപ്രസാദ ഊട്ട് എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ നടക്കുന്നത്. പുത്തില്ലം മധുനാരായണൻ നമ്പൂതിരി മുഖ്യ ആചാര്യനായാണ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുന്നത്. തിങ്കളാഴ്ച മുതൽ മെയ് 24 വരെയാണ് നരസിംഹ ജയന്തി ആഘോഷങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്. ശക്തി സ്വരൂപനും അഭീഷ്ടവരപ്രദായകനുമായ നരസിംഹസ്വാമിയുടെ ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയിരിക്കുന്ന ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് PR ജയേഷ് പേണ്ടാനത്ത് ജനറൽ കൺവീനറും ഹരികുമാർ S ഹരിസദനം കൺവീനറും G പ്രകാശ് പുതിയാവറമ്പിൽ പ്രസിഡന്റും TS ശിവദാസ് പേണ്ടാനത്ത് സെക്രട്ടറിയും PV അനിൽ താഴത്തില്ലം ട്രഷററുമായുള്ള സമിതിയാണ് പ്രവർത്തനങ്ങൾക്ക് ക്രമീകരണങ്ങൾക്കും നേതൃത്വം നൽകി വരുന്നത്. മെയ് 24 രാവിലെ 11:45 ക്ഷേത്രം തന്ത്രി അനിൽ ദിവാകരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രസിദ്ധമായ ലക്ഷ്മി നരസിംഹ പൂജ നടക്കുന്നത്. വൈശാഖ പുണ്യമാസത്തിന്റെ ധന്യതയുമായാണ് നരസിംഹ ജയന്തി ആഘോഷങ്ങൾക്ക് നാട് ആതിഥ്യമരുളുന്നത് എന്നുള്ളതാണ് ഏറെ പ്രത്യേകത. തിങ്കളാഴ്ച രാവിലെ 5:30 മത്സ്യാവതാര ദർശനം, 7 നരസിംഹ ജയന്തി ആഘോഷങ്ങളുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, ബൗദ്ധിക, മതമേഖലയിലെ ഒട്ടേറെ പ്രമുഖരാണ് പങ്കെടുക്കുന്നത്. ചൊവ്വാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടക്കും. ബ്രഹ്മാവിൽ നിന്ന് നേടിയ വരത്തിന്റെ അഹങ്കാരത്തിൽ ത്രിഭുവനങ്ങളെയും അടക്കി തന്റെ ഇഷ്ടം പ്രവർത്തിച്ച ഹിരണ്യകശിപു എന്ന അസുരന്റെ നിഗ്രഹത്തിനായി വൈകുണ്ഠനാഥൻ തന്റെ 4ാമത്തെ അവതാരം കൈക്കൊണ്ടു. നരസിംഹമൂർത്തിയായി തൂണു പിളർന്നുവന്ന് ത്രിസന്ധ്യാനേരം ഉമ്മറപ്പടിയിൽ വെച്ച് അസുര നിഗ്രഹം ചെയ്തു. നരസിംഹസ്വാമിയുടെ കോപം ശമിപ്പിക്കുവാൻ ബ്രഹ്മ മഹേശ്വരാദി ദേവന്മാർക്കോ സാക്ഷാൽ ലക്ഷ്മി ദേവിക്കോ കഴിഞ്ഞില്ല. ഒടുവിൽ ബ്രഹ്മദേവന്റെ ഉപദേശപ്രകാരം ഹിരണ്യകശിപു പുത്രനായ പ്രഹ്ലാദൻ മംഗളകരമായ സ്തുതികൾ കൊണ്ട് നരസിംഹ കോപം അടക്കി. പ്രഹ്ലാദ സ്തുതികൾ കേട്ട് ലോകത്തെ അനുഗ്രഹിക്കുന്ന ലക്ഷ്മി സമേത നരസിംഹമൂർത്തിയെ പൂജിക്കുന്നതാണ് ലക്ഷ്മി നരസിംഹ പൂജ. ത്രിഭുവനത്തിന്റെയും നന്മയ്ക്കായി അവതാരം കൈക്കൊണ്ട നരസിംഹമൂർത്തിയെയും ലോകത്തിന് ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ലക്ഷ്മി ദേവിയെയും ഒരുമിച്ച് പൂജിക്കുന്നത് വ്യക്തികൾക്കും കുടുംബത്തിനും നാടിനും ഒരുപോലെ നന്മയും ഐശ്വര്യവും സമ്മാനിക്കുന്നു എന്നുള്ളതാണ് പരക്കെയുള്ള വിശ്വാസം.